ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ബത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ഇന്നത്തെ കളക്ഷനിലേക്ക് കടന്നു വരാം. ഇന്ന് റെക്കോർഡ് കളക്ഷനാണ്. 7-ാം ദിനത്തിൽ ഈ ഒരു അവിട്ടം ദിനത്തിൽ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 9 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന ദിവസം, ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്ന ദിവസമാകുന്നു, ഏറ്റവും കൂടുതൽ ഷോ നടന്ന ദിവസമാകുന്നു. 5,17,000 ടിക്കറ്റുകളാണ് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ മാത്രമായി വിറ്റുപോയത്. സിനിമയ്ക്ക് 91% തിയേറ്റർ ഓക്യുപ്പൻസിയും 8,41,00,000 രൂപ ട്രാക്കിങ്ങിലൂടെ വരികയും, അതായത് സിനിമ 9 കോടി ഇപ്പോൾ തന്നെ കടന്നിരിക്കുന്നു. ഇനി 3 മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു 9,20,00,000 രൂപ വരെയൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട് എന്നുള്ളത്. അത്രത്തോളം ഭീകരമായിട്ടുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് വരുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 50 കോടി കടന്നിരിക്കുകയാണ് ഇന്നത്തോടെ എന്നുള്ളതാണ്. അതായത് നാളത്തെ അഡ്വാൻസ് സെയിൽ 3 കോടി കടന്നിരിക്കുന്നു ട്രാക്കേഴ്സ് മുഖാന്തരം. 50 കോടി കടന്ന പോസ്റ്ററും കാര്യങ്ങളുമൊക്കെ വന്നു. അതുകൂടാതെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ റെക്കോർഡ് തൂക്കിയിരിക്കുന്നു ഈ ഒരു ചിത്രം. ഒരു ഡബ്ഡ് വേർഷൻസ് ഒന്നുമില്ലാതെ മലയാള സിനിമയ്ക്ക് 5 ലക്ഷം ടിക്കറ്റാണ് അവിടെ നിന്ന് വിറ്റ് പോയിരിക്കുന്നത്. സർവ്വകാല ചരിത്രങ്ങളും തിരുത്തിക്കുറിച്ചുകൊണ്ട് ഈ ഒരു സിനിമ പോവുകയാണ്. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും സിനിമയ്ക്ക് 7 കോടിക്ക് മുകളിലാണ് കളക്ഷൻ. ആകെ കളക്ഷൻ കുറഞ്ഞ ദിവസങ്ങൾ ആദ്യത്തെ 3 ദിവസങ്ങൾ അല്ലെങ്കിൽ 2 ദിവസങ്ങളെന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ 7 കോടിക്ക് മുകളിലാണ്. ആദ്യ ദിവസം സിനിമയ്ക്ക് ഏകദേശം 4.5 കോടിക്ക് അടുത്ത് വന്നപ്പോൾ 2-ാം ദിനം 6 കോടി വന്നു. പിന്നീടുള്ള ദിനങ്ങളിലെല്ലാം തന്നെ 7 കോടിക്ക് മുകളിൽ, അതായത് 3-ാം ദിനം തൊട്ട് 7-ാം ദിനം വരെ സിനിമയ്ക്ക് 7 കോടി കൺസിസ്റ്റൻ്റായി വരികയും 7-ാം ദിനം സിനിമ 9 കോടിക്ക് മുകളിലേക്ക് വരികയും ചെയ്തു. അതിനിടയിൽ 5-ാം ദിനം 8.5 കോടിക്കടുത്ത് സിനിമയുടെ കളക്ഷൻ വരികയും ചെയ്തു എന്നുള്ളത് വലിയ സംഭവമായി തന്നെ മാറുകയാണ്. ഇവിടെ 100-150 കോടിയും വന്ന് തള്ളി നിറയ്ക്കേണ്ട രീതിയിലുള്ള പടങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ 30 കോടി ബഡ്ജറ്റിൽ വന്ന് വലിയ പറഞ്ഞ പോലെ ഫാൻ ബേസോ ഫാൻസൊക്കെ ഉണ്ട്, പക്ഷേ ഫാൻ ബേസോ ഫാൻ ഫൈറ്റോ ഒന്നുമില്ലാതെ നിവിൻ പോളിയുടെ ഒരു ചിത്രം തൂക്കുന്ന കളക്ഷൻ അത് ഭീകരമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഹേറ്റേഴ്സ് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ്. ഫാൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം ഇനീഷ്യൽ ഒരു ബിൽഡപ്പും കാര്യങ്ങളുമൊക്കെ വരണമെങ്കിൽ ഫാൻസ് തന്നെ വേണം. പക്ഷേ ഇത് ജനങ്ങൾ ഏറ്റെടുത്തു. ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ മതി. നമുക്ക് ഈ വെട്ടും കുത്തും ഒക്കെയുള്ള വലിയ ബ്രഹ്മാണ്ഡ സാധനങ്ങളൊക്കെ മലയാളികൾക്ക് വല്ല കാലത്തും വരുന്നതാണ് ഇഷ്ടം. സ്ഥിരമായിട്ട് ഈ വെട്ടും കുത്തുമൊക്കെ വരുന്നത് മലയാളികൾക്ക് അത്ര ദഹിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. കാരണം ഇതൊക്കെ സ്ഥിരം നമുക്കറിയാം, ഇങ്ങനെയൊന്നും നടക്കാത്ത സംഭവം. പക്ഷേ ഇതേപോലെയൊക്കെയുള്ള സിനിമകൾ നമുക്കറിയാം, പല സിനിമകളുടെയും ഒരേപോലെയൊക്കെ തോന്നിയാലും പക്ഷേ എടുത്തു വെച്ചിരിക്കുന്നത് വെടിപ്പായിട്ടാണെങ്കിൽ ആളുകൾ തിയേറ്ററിലേക്ക് കാണും. ഫ്രഷ്നെസ് ഉണ്ടോ, കാണുമ്പോൾ ഫാമിലിയായിട്ട് ഇരുന്ന് കാണാൻ പറ്റുമോ, ഇതൊക്കെ എല്ലാവരും നോക്കുന്ന കാര്യമാണ്. അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് വേണമെങ്കിൽ കണ്ടിരിക്കാവുന്ന ചിത്രം തന്നെയാണ് ഗിരീഷ് ഏടി സംവിധാനം ചെയ്തിരിക്കുന്ന നിവിൻ പോളിയുടെ ഈ ഒരു ചിത്രം. ഇപ്പോൾ സിനിമ 130-135 കോടിയിലേക്കാണ് ഇന്നത്തോടെ കളക്ഷൻ എത്താൻ പോകുന്നത്. അതായത് നാളെ കൊണ്ട് സിനിമ 150 കോടിയിലേക്ക് അല്ലെങ്കിൽ 145 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാകുന്നു. അപ്പോൾ ഈ ഒരു ഞായറാഴ്ചയോടുകൂടി സിനിമ 200 കോടി എത്തട്ടെ, എത്രയും പെട്ടെന്ന് നല്ല സിനിമകൾ വിജയിക്കട്ടെ എന്നുള്ളതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബഡ്ജറ്റിൽ വന്ന് കാട്ടിക്കൂട്ടായും കോപ്രായം കാണിക്കുന്ന സിനിമകൾ വേണ്ട എന്ന് മലയാളി വിധി എഴുതണം. നല്ല സിനിമയാണെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ നിവിൻ പോളിയോ എന്ന് വേണ്ട, ആരുടെയാണെങ്കിലും വിജയിക്കട്ടെ. കാരണം അതാണ് ശരിക്കും സിനിമ വേണ്ടത്. കുറേ കാലങ്ങളായി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ കാലങ്ങളായി കാണുന്നത് 150-250 സിനിമകൾ ഇറങ്ങിയിട്ട് 7-8 സിനിമകൾ വിജയിക്കുന്നു. ഇപ്പോഴും അതൊക്കെ തന്നെയുള്ളൂ. കുറച്ചും കൂടെ കൂടിയിട്ട് നാം 10-12 സിനിമകൾ. അപ്പം നല്ല സിനിമകൾ വരട്ടെ, വിജയിക്കട്ടെ എന്നാണ് 200 കോടി